ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് ബാലരാമപുരത്ത് ടൂറ് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരിക. അമ്മയും മാളും ഒക്കെ ഒരുങ്ങിക്കുന്നുണ്ട്, ഞാനും ഒരുങ്ങിക്കുന്നുണ്ട്. ഇനി നമ്മൾ ബസ്സിലാണ് പോണത്. അപ്പോൾ ഈ ബാഗാണ് നമ്മൾ കൊണ്ടുപോണത്. ഇന്നത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. നമ്മളിനി നടന്നാണ് പോണത്. എന്നിട്ട് ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ ബസ്സിൽ പോവും. അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഞാനും ബാഗ് തൂക്കി നടക്കുവാണ്. ഇനി കുറെ ദൂരമുണ്ട്. നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ നടന്നാൽ മാത്രമേ ബസ് കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ നേരം നടക്കുന്നുണ്ട്. ഞാനും മാളും അമ്മയും കൂടെ ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ കാത്തിരിക്കുവാണ്. അപ്പോഴാണ് അവിടെ റോഡൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. എവിടെ നിന്ന് അറിഞ്ഞൂടെ ഒരു പട്ടിയും നമ്മളടുത്ത് വന്ന് കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അവിടെ നിന്ന് വന്നു, വീട്ടിൽ വന്നു, ബാലരാമപുരത്ത് വന്നു. പിന്നെ താത്ത, ഇതാണ് എൻ്റെ താത്ത അപ്പൂപ്പൻ. അപ്പോൾ നമ്മൾ അവിടെ പോയി. അവിടെ എല്ലാവരും കോലയിടും. അപ്പോൾ അവിടെ കോവിൽ ഉത്സവമായതുകൊണ്ട് അവിടെ എല്ലാവരും അത്തയിടും. കോവിലിൽ ഉത്സവമായതുകൊണ്ട് എല്ലാവരും മുറ്റത്ത് കോലമൊക്കെ ഇടും. അപ്പം എൻ്റെ അനിയത്തിയാണ് എൻ്റെ വീട്ടിൽ കോല ഇട്ടത് ആദ്യ ദിവസം. പിന്നെ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കിതില്ല, രാവിലെയും രാത്രിയും ഇടും കോലം. അങ്ങനെ ഇവിടേക്ക് മരങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ എൻ്റെ അനിയത്തി പൂർത്തീകരിക്കാറായിട്ടുണ്ട്. ഇനി ഇതിലൊക്കെ കളർ അടിക്കണം, എന്നാൽ മാത്രമേ ഇത് നല്ല ഭംഗിയിലിരിക്കുള്ളൂ. അപ്പം ഈ വീഡിയോയുടെ പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ഇടുന്നതാണ് ഞാൻ. അങ്ങനെ ഇതാണ് അവളുടെ അവസ്ഥ. മഴ പെയ്ത ആ കോലെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. മഴ കോലം കൊണ്ടുപോയി. അങ്ങനെ ആയി ഗൈസ്, എല്ലായിടത്തും വെള്ളമായി. പിന്നെ നമ്മൾ രാത്രി വീണ്ടും പിന്നെ മഴയൊക്കെ കണ്ട് വീടിനകത്ത് കയറിയപ്പോൾ എൻ്റെ കൊച്ചിച്ചനാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. പിന്നെ നമ്മൾ അത് കഴിച്ചപ്പോഴാണ് അവിടെ എഴുന്നള്ളത്ത് വന്നത്. അപ്പോൾ അവിടെ വലിയ ആനയൊക്കെ വന്നിരുന്നു. അവിടെ ദേവിയെ മേലിലേറ്റിക്കൊണ്ടാണ് ആന വന്നത്. അപ്പം എല്ലാവരും അവിടെ നിന്ന് ആനയുടെ പുറത്തുനിന്ന് ഇറങ്ങി. അതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് കുംഭം വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ആന അതിനകത്ത് താഴ്ന്നു നിൽക്കുവാണ്. അങ്ങനെ ആന കുറച്ച് കഴിഞ്ഞപ്പം പോവുകയാണ്. അപ്പം ഇതാണ് കോവിലിൻ്റെ നടയാണിത്. പിന്നെ ആന പോയതിനു ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കുംഭം വന്നു. ഇതാണ് കുംഭം. അപ്പം കുംഭം ആ കുളത്തിൽ നിറയെ വെള്ളമാണ്. ദേവിയെ അഭിഷേകം നടത്താൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടുത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് കൈ ഒന്നും കൊണ്ട് പിടിക്കില്ല കുംഭത്തില്. അവരത് വെച്ചിട്ടാണ് കളിക്കുന്നതും കാര്യങ്ങളും. അത് ഭയങ്കര തിരക്കാണ് അവിടെ. അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ എടുക്കും വരെ എല്ലാവർക്കും ബൈ. കൂടെ പോവണതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പൊ ബൈ.